അത്യാധുനിക തോക്കുകളും വൻകപ്പലുകളുമായി ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിയ ഒരു യൂറോപ്യൻ വൻശക്തിയെ നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു രാജ്യം യുദ്ധത്തിൽ വെറും നിലംപരിശാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ലോക ചരിത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു യഥാർത്ഥ വിജയത്തിന്റെ കഥയാണിത്. വിദേശികളായ ഡച്ച് പടയാളികളെ നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവും അദ്ദേഹത്തിന്റെ സൈന്യവും യുദ്ധത്തിൽ മുട്ടുകുത്തിച്ച കഥ. ചരിത്ര പുസ്തകങ്ങളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുള്ള കേരളത്തിന്റെ ആ പഴയകാല മാസ വിജയത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 1741 ജൂലൈ 31 ഇന്നത്തെ കന്യാകുമാരിയിടത്തുള്ള കുളച്ചൽ എന്ന തീരത്ത് വെച്ചാണ് ആ ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജന വ്യാപാരം മൊത്തം കൈക്കലാക്കാൻ വേണ്ടി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വലിയൊരു നാവികപ്പടയുമായി തിരുവിതാംകൂർ ആക്രമിക്കാനെത്തി. അവരുടെ അത്യാധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ തിരുവിതാംകൂർ തോൽക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവും അദ്ദേഹത്തിന്റെ നായർ പടയാളികളും മീൻപിടുത്തക്കാരായ നാട്ടുകാരും ചേർന്ന് ഡച്ചുകാർക്കെതിരെ തന്ത്രപരമായ ഒരു കെണിയൊരുക്കി. കരയിലേക്ക് ഇറങ്ങിയ ഡച്ച് സൈന്യത്തെ രാജാവിന്റെ പടയാളികൾ വളഞ്ഞ ആയുധങ്ങളും തോക്കുകളും ഉപയോഗിച്ച് ആക്രമിച്ച് തകർത്തു. ഡച്ചുകാരുടെ പീരങ്കികൾ പോലും നമ്മുടെ സൈന്യത്തിന് മുന്നിൽ പരാജയപ്പെട്ടു. ഒടുവിൽ ഡച്ച് കമാൻഡറായ ഡി ലനോയി ഉൾപ്പെടെയുള്ളവർ തിരുവിതാംകൂർ സൈന്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി. ഒരു യൂറോപ്യൻ ശക്തിയെ ഒരു ഏഷ്യൻ രാജ്യം യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ഈ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഡി ലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിന് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചു. കേരളത്തിന്റെ മണ്ണിലെ ഈ അന്താരാഷ്ട്ര വിജയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള 100% യഥാർത്ഥ ചരിത്ര കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.